സംസ്ഥാനത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തലസ്ഥാനത്ത് LDFന്റെ സത്യാഗ്രഹ സമരം. കേരളത്തോട് BJPക്കും കേന്ദ്ര സർക്കാരിനും പകപോക്കൽ സമീപനമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അതേസമയം സമരത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഭരണപരാജയം മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമരമെന്ന് BJP ആരോപിച്ചു. സംസ്ഥാനത്തിന് ഫണ്ട് വെട്ടിക്കുറച്ചതിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായിരുന്നു LDF സമരം. മന്ത്രിമാരും ഇടത് MLAമാരും നേതാക്കളും പങ്കെടുത്ത സമരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റേത് കേരള വിരുദ്ധ സമീപനമെന്നും അതിൽ UDF പങ്കാളിയാകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിൻ്റെ എല്ലാം കൂടെയാണ് നിൽക്കുന്നത്. സമരത്തിൽ ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും എത്താതിരുന്നത് ശ്രദ്ധേയമായി. അതിനിടെ സമരത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം തമാശയെന്ന് VD സതീശൻ. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. അല്ലാതെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവർ സമരം നടത്തിയ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യാണ്. BJP നേതാക്കന്മാർക്കുമായിട്ട് സന്ധിയാണ്. രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവമാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിനൊന്നും ഞങ്ങളില്ല. സമരം ഭരണപരാജയം മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് BJP. കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.